السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ റിസാല ഉസൂലുസ് സുന്ന എന്ന ഗ്രന്ഥമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളെക്കുറിച്ചും ആദർശങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം ഈ റിസാലയിൽ വിശദീകരിച്ചു വരുന്നത്. ഉസൂലുസ് സുന്നത്തി ഇൻദനാ, സുന്നത്തിന്റെ അടിത്തറ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത് ഇസ്ലാമിന്റെ അടിത്തറ, അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ അടിത്തറ, സലഫിയത്തിന്റെ അടിത്തറ, അഹ്ലുൽ ഹദീസിന്റെ അടിത്തറ, അടിസ്ഥാന നിയമം, അടിസ്ഥാന തത്വം, അത്തമസ്സുക് ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ അത് മുറുകെ പിടിക്കലാണ്. വൽഇഖ്തിദാഉ ബിഹിം, അവരെ പിൻപറ്റലാണ്, അവരെ മാതൃകയാക്കലുമാണ്. വതർക്കുൽ ബിദ്അഇ, മതത്തിൽ നൂതനമായി ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്തുകളെ വെടിയലുമാണ്. കാരണം വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് ദുർമാർഗമാണ്. വതർക്കുൽ ഖുസൂമാതി, തർക്കങ്ങളെ, കുതർക്കങ്ങളെ ഉപേക്ഷിക്കലുമാണ്. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാഇ, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, അതിനെയും ഉപേക്ഷിക്കലാകുന്നു അത്. വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാതി ഫിദ്ദീനി, അല്ലാഹുവിന്റെ മതത്തിലുള്ള തർക്കങ്ങളെ, ആ രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങളെ, ആ രൂപത്തിലുള്ള കുതർക്കങ്ങളെ ഉപേക്ഷിക്കലുമാകുന്നു അത്. അടിസ്ഥാനപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെക്കുറിച്ച്, തത്വങ്ങളെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചു വരുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആദ്യം അദ്ദേഹം സൂചിപ്പിച്ചു വരുന്നു. സഹാബത്തിന്റെ ആദർശം, അവരുടെ ഈമാൻ, അവരുടെ നിലപാട്, അവരുടെ മൻഹജ്, അവരുടെ അഖീദ, അവരുടെ വിശ്വാസം, അത് മുറുകെ പിടിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ അടിസ്ഥാന തത്വം. രണ്ടാമത്തെ തത്വമായി പറഞ്ഞത് ബിദ്അത്തുകളെ, മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ വെടിയണമെന്നാണ്. മൂന്നാമതായി പറഞ്ഞു ഖുസൂമാത്തുകളെ ഉപേക്ഷിക്കണം, തർക്കങ്ങളെ ഉപേക്ഷിക്കണം, കുതർക്കങ്ങളെ ഒഴിവാക്കണം. നാലാമതായി എണ്ണിപ്പറഞ്ഞു വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാഇ, ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, അതൊഴിവാക്കുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളിൽപ്പെട്ടതാണ്, ഉസൂലുകളിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ മതത്തിൽ
കുതർക്കങ്ങളെ, കോലാഹലങ്ങളെ, ആ രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങളെ ഉപേക്ഷിക്കുക എന്നതും. നമ്മൾ വിശദീകരിച്ചത് മതത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ശുദ്ധ ഖുർആനിന്റെ ഹദീസിന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം തർക്കിക്കുക എന്നത്, ആ രൂപത്തിലുള്ള കുതർക്കങ്ങൾ നടത്തുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽപ്പെട്ടതല്ല, ആദർശത്തിൽപ്പെട്ടതല്ല. അത് ഒഴിവാക്കണമെന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചത്. അത് നമ്മൾ വിശദീകരിച്ചു. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളെ കൊണ്ട്, ഹദീസുകളെ കൊണ്ട് തർക്കിക്കരുത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ ഏതൊക്കെ നമ്മളത് ഉദ്ധരിച്ചു. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ തർക്കിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിൽ ആയത്തുകളെ കൊണ്ട്, ഹദീസുകളെ കൊണ്ട് തർക്കിക്കുന്ന, പ്രമാണങ്ങളെ കൊണ്ട് തർക്കിക്കുന്ന ആളുകളോടുള്ള ഹദീസിന്റെ നിലപാട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ ഈ രൂപത്തിലുള്ള തർക്കങ്ങളെ കണ്ടത് എപ്രകാരമാണ്, അത് ഒഴിവാക്കണം, അത് ഒരു തരത്തിലും ദീൻ അനുവദിക്കാത്ത കാര്യമാണ് എന്നുള്ളത് പറഞ്ഞത് നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇനി നമുക്ക് അതിൽ നമ്മൾ പറഞ്ഞു വന്നത്, ഈ തർക്കം രണ്ട് രൂപത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഒന്ന് അൽ ജിദാലുൽ, അത് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, എന്തായിരുന്നത്? തർക്കത്തെ രണ്ടായി പണ്ഡിതന്മാർ വേർതിരിച്ചിരിക്കുന്നു എന്നത് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് അൽ ജിദാലുൽ മഹ്മൂദ്, രണ്ടാമത്തത് അൽ ജിദാലുൽ മദ്മൂം. ഒന്ന് മഹ്മൂദായ ജിദാല്, അത് അനുവദിച്ചിട്ടുണ്ട്. ആ തർക്കം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? പ്രമാണങ്ങളെ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വഹുവല്ലദി യകൂനുൽ ഖർളു മിൻഹു തഖ്രീറുൽ ഹഖി, സത്യത്തെ സ്ഥിരപ്പെടുത്തലാണ്, സത്യം പ്രഖ്യാപിക്കലാണ്. വ ഇൽഹാരിഹി ബി ഇഖാമത്തിൽ അദില്ലത്തി വൽ ബറാഹീനി അലാ സിദ്ഖിഹി, അത് സത്യമാണ് എന്നുള്ളതിന്റെ തെളിവുകളും പ്രമാണങ്ങളും ഉദ്ധരിക്കലാണ്. അപ്പോ മഹ്മൂദായ ജിദാല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത് കേവലം ഒരു കുതർക്കമല്ല. ആ രൂപത്തിലുള്ള തർക്കത്തിലേക്ക് ദീനിൽ പോകേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ അൽ ജിദാലുൽ മഹ്മൂദ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തെ പ്രഖ്യാപിച്ച് അതിനെ അത് സത്യമാണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കുക. ഈ രൂപത്തിലുള്ള ജിദാൽ അത് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അൽ ജിദാലുൽ മഹ്മൂദ്, ഇത് അനുവദിച്ചതാണ്, നമുക്ക് ബയാൻ ചെയ്തു കൊടുക്കാം. ബിദ്അത്തിന്റെ ആളുകൾ സത്യത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ ആദർശങ്ങളെ ഗണ്ണിക്കുമ്പോൾ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ആ ബിദ്അത്തിന്റെ ആളുകളോട് നമുക്ക് എന്താണ് സത്യം എന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കാം. അവരോട് ആ വിഷയത്തിൽ അവരെ ഗണ്ണിക്കാം. ഇത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ ആയത്ത്. അപ്പൊ തർക്കം പാടില്ല എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ എന്ത് ആരോപണങ്ങളും ഉന്നയിച്ചാലും മിണ്ടാതിരിക്കണം എന്നുള്ളതല്ല. അത് നമുക്ക് ബയാൻ ചെയ്തു കൊടുക്കാം. അഖീദാപരമായ വിഷയങ്ങളിലോ ഇബാദാത്തുകളിലോ അതല്ലെങ്കിൽ മതപരമായ വിഷയങ്ങളിൽ ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കത് തീർത്തു കൊടുക്കാം. അല്ലെങ്കിൽ സത്യത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, സത്യത്തെ അസത്യമായി ചിത്രീകരിക്കുമ്പോൾ നമുക്കത് വിശദീകരിച്ചു കൊടുക്കാം. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ കുതർക്കമല്ല. സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. 3 കാര്യങ്ങളാ പറഞ്ഞു. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കണം. ബിൽ ഹിക്മതി, ഹിക്മത്ത് കൊണ്ട്, വൽ മൗഇലത്തിൽ ഹസന, മൗഇലത്തുൽ ഹസന കൊണ്ട്, സദുപദേശം കൊണ്ട്, വജാദിൽഹും, അവരോട് ജിദാല് നടത്തുകയും ചെയ്യണം. കണ്ടോ, അത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഷിർക്കിന്റെ ആളുകൾ, അസത്യത്തിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ അവരെന്ത് ചെയ്താലും കയ്യും കെട്ടി നോക്കിയിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് തെളിവുകൾ കൊണ്ട് അവരെ ഗണ്ണിക്കാം, അത് മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. എന്താണ് ആ വിഷയത്തിലുള്ള സത്യം എന്നുള്ളത് നമുക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം.
നഹ്ലിലെ 125-ാമത്തെ ആയത്ത്. അതിൽ നമുക്കുള്ള തെളിവെന്താ? വജാദിൽഹും, അവരോട് ജിദാൽ നടത്തുക, വാദപ്രതിവാദം, തർക്കിക്കുക, വാദപ്രതിവാദം നടത്തുക. ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് ഏതാണോ അതുകൊണ്ട്. വജാദിൽഹും, അവരോട് നീ തർക്കിക്കുക, ഖണ്ഡനം നടത്തുക, വാദപ്രതിവാദം നടത്തുക. അതാണ് അതിന്റെ തെളിവ്. അത് ഖുർആൻ കൽപ്പിച്ചതാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുക, കേട്ടിരിക്കുക എന്നുള്ളതല്ല. എന്നാൽ കുതർക്കത്തിലേക്ക് പോകാൻ പാടില്ല. തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഇന്നതാണ് അതിന്റെ പ്രമാണം, ഇന്നതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്ത്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് ഇന്നതാണ്, ആ വിഷയത്തിൽ സലഫി പണ്ഡിതന്മാരുടെ നിലപാടുകൾ ഇതാണ്, ഇത് വിശദീകരിച്ചു കൊടുക്കാം. ഇനി അവരതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഗണ്ണിച്ച് ഇന്നതാണ് അതിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനം, ഇന്നതാണ് ഹഖ് എന്നുള്ളത് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അതിന് വിരോധമല്ല. പിന്നെ കുതർക്കത്തിലേക്ക് പോകേണ്ട കാര്യമല്ല. അത് അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടില്ല. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശത്തിൽപ്പെട്ടതായിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വിശദീകരിച്ചു. രണ്ടാമതൊരു തെളിവ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ആയത്ത് അൻകബൂത്തിലെ 46-ാമത്തെ വചനം. അതില് വേദക്കാരോടുള്ള നിലപാടിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും. അതിന്റെ തഫ്സീറൊക്കെ നിങ്ങൾ പരിശോധിക്കണം. വലാ തുജാദിലു, നിങ്ങൾ തർക്കിക്കരുത്. ആരോട്? വാദപ്രതിവാദം നടത്തരുത്. അഹ്ലൽ കിതാബി, വേദക്കാരോട്. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ടല്ലാതെ. അപ്പൊ നല്ലതുകൊണ്ട് അവരോട് തർക്കിക്കാം, വാദപ്രതിവാദം നടത്താം, ഗണ്ണിക്കാം. ഇല്ലല്ലദീന ളലമൂ മിൻഹും, അവരിൽ നിന്ന് ളുൽമ് ചെയ്യാത്ത ആളുകൾ ഒഴികെ, ആളുകളല്ലാത്തവരോട് നിങ്ങൾക്ക് നല്ല രൂപത്തിലല്ലാതെ ആ വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നിങ്ങൾ തർക്കിക്കരുത്. അപ്പൊ നല്ല രൂപത്തിൽ അതിൻ്റെതായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ജിദാല് അഹ്ലി കിതാബുകാരോട് ആവാം. അൻകബൂത്തിലെ 46-ാമത്തെ ആയത്ത്. ഇതാണ് അൽ ജിദാലുൽ മഹ്മൂദ്. ഖുർആനിൽ അതിന്റെ തെളിവ് നമ്മൾ പറഞ്ഞു. അത് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കത് ചെയ്യാം. അതല്ലാതെ ഏത് സമയത്തും തർക്കിക്കുക എന്നത് മാത്രം, അതാണ് ഏറ്റവും വലിയ ദഅവത്ത് എന്നുള്ള രൂപത്തിൽ നടക്കുക. എന്നിട്ട് ആ രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് പോവുക. അതൊരിക്കലും അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടില്ല. വേണ്ടി വന്നാൽ, ആവശ്യമായി വന്നാൽ, അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് ബയാൻ ചെയ്തു കൊടുക്കും. മുൻഗാമികളുടെ നിലപാട് അതായിരുന്നു. ഖുർആൻ കേട്ടാൽ, ഹദീസ് കേട്ടാൽ അതാണ്ട് അംഗീകരിക്കും. അതിൽ വേറെ സംശയങ്ങളും വിശ്വാസങ്ങളും ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു മുൻഗാമികളുടെ രീതി. അതല്ലാത്തത് സംശയം ഉണ്ടെങ്കിൽ, അത് ന്യായമായ സംശയമാണെങ്കിൽ അതിനെ ബയാൻ ചെയ്തു കൊടുക്കും. അത് അനുവദനീയാണ്. ഇനി ആരെങ്കിലും ഹക്കിനെ ബാത്തിലായിട്ട്, സത്യത്തെ അസത്യമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. അവരാ പറയുന്നത് ദുർവ്യാഖ്യാനമാണ് എന്നുള്ളത് നമുക്ക് സമർത്ഥിക്കാം. അത് സമർത്ഥിച്ചാൽ അവിടെ നിന്നോളണം. പിന്നെ വേറെ രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് പോകുന്നതിനെ അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടില്ല. ആ രൂപത്തിലുള്ള തർക്കങ്ങൾ വെടിയുക എന്നത് അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽ പെട്ടതാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിസാലയിൽ ഉസൂൽ സുന്നയിൽ വിശദീകരിക്കുന്നത്. അപ്പൊ അതിന്റെ തെളിവ് ഇതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തർക്കമില്ലാത്ത ഒരു മതപ്രബോധനത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. വെറും തർക്കാണ്. തർക്കിച്ചിട്ട് ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമായി കണ്ട ആളുകളാണ്. ആ രൂപത്തിലുള്ള തർക്കങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ മതപ്രബോധനത്തിന് ഒരു ആവേശമല്ല, അത് മതപ്രബോധനമല്ല എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. അത് സലഫികളാണെന്ന് പറയുന്ന ആളുകൾ പോലും അതിൽ നിന്ന് ഒഴിവല്ല. അവര് പോലും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. തർക്കിച്ചിട്ട് ജയിക്കുക എന്നുള്ളതാണ്, അതിന്റെ ആവശ്യമല്ല. ഇത് രണ്ടാമത്തത് അൽ ജിദാലുൽ മദ്മൂമ്. ആ വിഷയത്തിലുള്ള ഹദീസുകളും ആയത്തുകളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചത്. ആയത്തുകൾ ഉദ്ധരിച്ചു, ഹദീസുകൾ ഉദ്ധരിച്ചു.
ആ വിഷയത്തിൽ വന്നിട്ടുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഖൗലുകൾ നമ്മൾ ഉദ്ധരിച്ചു. ജിദാലുൽ മദ്മൂം, അതിലേക്ക് പോകേണ്ട കാര്യമല്ല. ഇത് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അൽ മുജാദലത്തു വൽ മുനാദറത്തു നൗആനി, തർക്കം എന്നുള്ളത് രണ്ട് ഇനമുണ്ട്. ഒന്നാമത്തത് അദ്ദേഹം പറഞ്ഞു മുജാദലത്തുൻ ഉമാറത്തുൻ, കേവലം ഒരു തർക്കം. യുമാരി ബിദാലിക സുഫ, വിഡ്ഢികളോട് തർക്കിക്കുക, വിവരമില്ലാത്തവരോട് പോയിട്ട് തർക്കിക്കുക. വിചാരി അൽ ഉലമാ, പണ്ഡിതന്മാരുടെ കൂടെ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തർക്കിക്കുക. യുരീദു അൻ യന്തസിറ ഖൗലുഹു, തന്റെ വാദം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തർക്കിക്കുക. അങ്ങനെയുള്ള കുറെ തർക്കങ്ങൾ ഫഹാദിഹി മദ്മൂമ, ഇതാവുന്ന മദ്മൂമായ ആക്ഷേപിക്കപ്പെട്ട തർക്കം. ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിക്കുക. രണ്ടാമത്തത് മഹ്മൂദായ തർക്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷെയ്ഖ് ഉസൈമീൻ പറയുന്നത് മുജാദല, ആ തർക്കം കൊണ്ട് ഇസ്ബാത്തിൽ ഹഖി, സത്യത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അത് അനുവദിച്ചതുമാണ്. ഇത് ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും ഇത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇത് പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ വാദപ്രതിവാദം നടത്തുക എന്നുള്ളത് അത് നിർബന്ധമാകും, വാജിബാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ആ രൂപത്തിലുള്ളത് അനുവദിച്ചതാണ്, അതാണ് മഹ്മൂദ്. എന്നാൽ മദ്മൂമായ തർക്കത്തെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് ആ തർക്കം കൽ ജദിലി ബിൽ ബാത്തിലി, അസത്യത്തിന് വേണ്ടി തർക്കിക്കുക, അസത്യം കൊണ്ട് തർക്കിക്കുക. വൽ ജദിലു ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാതെ തർക്കിക്കുക. വൽ ജദിലു ഫിൽ ഹഖി ബഅദമാ തബയ്യൻ, അതേപോലെ തന്നെ സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെയും തർക്കിക്കുക. ആ രൂപത്തിലുള്ള തർക്കങ്ങളൊക്കെ ഈ പറഞ്ഞ മദ്മൂമായ തർക്കത്തിൽ പെടും. അതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അള്ളാഹു അവന്റെ അർശിലാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അസ്മാകളുടെ വിഷയത്തിൽ, സിഫാത്തുകളുടെ വിഷയത്തിലൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് കുതർക്കങ്ങൾ മാത്രമാണ്. അള്ളാഹിന്റെ സിഫാത്തുകളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അള്ളാഹ് മനുഷ്യനെ പോലെ ആവൂലെ? അള്ളാഹ്ക്ക് കുർസി ഉണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഇരിക്കാൻ മനുഷ്യനെ പോലെ ചന്തി വേണമെന്ന് പറയില്ലേ? അള്ളാഹ്ക്ക് അള്ളാഹിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കുർസി വേണ്ടേ? അപ്പൊ അള്ളാഹിന്റെ വലുപ്പം അതിന് കിട്ടൂലേ? അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവയവങ്ങൾ ഉണ്ടാക്കലല്ലേ? ഈ രൂപത്തിലുള്ള കുതർക്കങ്ങൾ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുത്താലും, അള്ളാഹുവിന് ഇന്ന സിഫാത്തുകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്താലും അങ്ങനല്ലേ ഇങ്ങനല്ലേ, അതൊക്കെ കുതർക്കങ്ങളാണ്. അതിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. ഇത്ര ആൾക്കാരെ സ്വർഗത്ത് കാക്കാന്നുള്ള ഒരു കരാറ് നമ്മൾ അള്ളാഹിനോട് ഉണ്ടാക്കിയിട്ടില്ല. സത്യം എന്താണെന്നുള്ളത് പറഞ്ഞെടുക്കുക, ഇഷ്ടമുള്ളത് സ്വീകരിച്ചോട്ടെ, അത്രയുള്ള ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഇപ്പൊ ഇമാം മാലിക്കിന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്തിവാവിനെ കുറിച്ച് ക്ലാസ് എടുത്ത സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചാലോ എങ്ങനെയാണ് ഇസ്തിവാ എന്ന് ചോദിച്ചു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത് എന്താ? അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആ സാസെന്ന്. ഇതാണ് അഹ്ലുൽ ബിദ്അത്തിനോടുള്ള അവരുടെ സമീപനതായിരുന്നു. ആ രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മുടെ കേരളത്തിൽ തർക്കാണ്. അപ്പൊ സിഹറിനെ കുറിച്ച് പറയുമ്പോ, കണ്ണറിനെ കുറിച്ച് പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ കണ്ണറുന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാവർക്കും അത് പറ്റണ്ട, എന്തുകൊണ്ട് എനിക്കത് ബാധിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത്ര കാലം പഠിപ്പിച്ചില്ല, എന്തുകൊണ്ട് മദ്രസയിൽ അത് പഠിപ്പിച്ചില്ല, എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഖതീബ് അത് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇന്ന പണ്ഡിതൻ അത് പറയുന്നില്ല. ഈ രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ ഇന്നതാണ്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഇന്നതാണ്, വേണമെങ്കിൽ അത് സ്വീകരിച്ചോട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ടുള്ള വിശദീകരണം, ഖതീബ് എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല, അതിന്റെ പേരിൽ തമ്മിൽ അടി, അല്ലെങ്കിൽ ഇന്ന പണ്ഡിതൻ എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്നിട്ട് തർക്കം, കുതർക്കം, ദേഷ്യം, വൈരാഗ്യം, അതിന്റെ പേരിൽ ആ രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് മതപ്രബോധനം പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽപ്പെട്ട ആദർശമായിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിസാലയിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. ഇനി മഹ്മൂദായ തർക്കത്തെ കുറിച്ച് ഖുർആന്റെ 2 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. ഹദീസുകളിൽ ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ തെളിവുകളായിട്ട് നമുക്ക് എടുത്തുദ്ധരിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് തെളിവുകളുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ചവരോട് നടത്തിയ വാദപ്രതിവാദം, അത് മഅ്മൂന്റെ കാലഘട്ടത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അത് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ ആയത്ത് ഉദ്ധരിച്ചല്ലോ, മഹ്മൂദായ ജിദാലിനുള്ള തെളിവ് വജാദിൽഹും ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. ഹിക്മത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രമാണങ്ങളാണ്, ഖുർആനാണ്, സുന്നത്താണ്.
മൗഇലത്തുൽ ഹസന അതേ രൂപത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ നടന്ന ഖുർആൻ സൃഷ്ടിവാദത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു തെളിവുകൾ കൊണ്ട്. അതൊരു കുതർക്കമായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹം, അദ്ദേഹം ആ അസത്യത്തെ ഗണ്ണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു സമൂഹം ഒന്നടങ്കം ആ തെറ്റായ വിശ്വാസം സ്വീകരിക്കുമായിരുന്നു. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ചില സന്ദർഭത്തിൽ അസത്യത്തിന്റെ ആളുകളെ ഗണ്ണിക്കുക എന്നുള്ളത്, അവരോട് വാദപ്രതിവാദം നടത്തുക എന്നുള്ളത് ചിലപ്പോൾ നിർബന്ധിതമായി തീരും. അവർ വലിച്ചു കൊണ്ടെന്നല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ സൃഷ്ടിയാണെന്നുള്ളത് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഗണ്ണിച്ചു, അവരെ തെളിവുകൾ വേണമെന്ന് പറഞ്ഞു. അവര് തെളിവുകൾ ഉദ്ധരിച്ചു. അവരുദ്ധരിച്ച തെളിവുകൾ അദ്ദേഹം വീണ്ടും ഗണ്ണിച്ചു. എന്നിട്ട് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ മൊത്തം എന്ത് ചെയ്തിരുന്നു? ആ ഖുർആൻ സൃഷ്ടിയാണെന്ന വാദത്തിലേക്ക് എത്തിപ്പെടുമായിരുന്നു എന്നുള്ളത് ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ആ രൂപത്തിലുള്ളത് മാത്രം, അതൊരിക്കലും കുതർക്കമല്ല. ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം മാത്രം ഇത് വിശദീകരിക്കുന്നത്. നമ്മളിത് മുമ്പ് സംസാരിച്ചിട്ടില്ല ഈ വിഷയം. അപ്പൊ ഇത് നമ്മുടെ വിഷയത്തിൽ വന്നതുകൊണ്ട് അതൊന്ന് വ്യക്തമായി നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം? ഇതേപോലെ തന്നെ അതിന് നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുന്ന മറ്റൊരു തെളിവാണ് ഖവാരിജുകളോട് മഹാനായ സ്വഹാബി വര്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നടത്തിയ ഖണ്ഡനം, വാദപ്രതിവാദം ഖവാരിജുകളോട്. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ സംഭവം വിശദമായിട്ട് ചരിത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് ഓരോന്നും പറയുന്നില്ല. അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെന്നു. 3 കാര്യങ്ങൾ അവരുന്നയിച്ചു, 3 തെളിവുകൾ. ഒന്നിൽ ഹുക്കുമ ഇല്ല ഇല്ല എന്ന ആയത്ത്, അത് അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു ചെയ്തതിനെതിരാണ്. അതേപോലെ തന്നെ അവരെ എന്തുകൊണ്ട് പിന്നെ അവരുടെ ഗനീമത്ത് എന്തുകൊണ്ട് അത് ഇങ്ങനെ ഗനീമത്തുമായി ബന്ധപ്പെട്ട വിഷയം, അവരെ നാട് കടത്തുന്ന തടവിലാക്കപ്പെടുന്ന വിഷയം, ഇതേപോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് അലി റളിയല്ലാഹു മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിനൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തുകൾ ഉദ്ധരിച്ച് ഖണ്ഡിച്ചത് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു വാദപ്രതിവാദമാണ് അദ്ദേഹം അവരോട് നടത്തിയിട്ടുള്ളത്. അതെന്താണ്? തെളിവുകളെ ബയാൻ ചെയ്തു കൊടുക്കല. പിന്നെ അവരുടെ ബുദ്ധിക്ക് അത് യോജിക്കാത്ത ആ രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് പോകേണ്ട കാര്യമല്ല. അങ്ങനെ മുൻഗാമികൾ പോയിട്ടുമില്ല. അതിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല, അല്ലെങ്കിൽ ഇന്ന ആളത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ 50 കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഞാൻ ഇന്ന് വരെ അത് കേട്ടിട്ടില്ല, ഷർത്തുകളെ പറ്റി അല്ലെങ്കിൽ കണ്ണേറിനെ പറ്റി അല്ലെങ്കിൽ സീറിനെ പറ്റി ഓൻ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണ്ട, പ്രമാണം എന്നതാണെന്നുള്ളത് പറഞ്ഞെടുക്കുക, ബാക്കി ഹല്ലി വല്ലി, ഇത്രയേ ഉള്ളൂ ദീനിൽ. പിന്നെ അവന്റെ പിന്നാലെ കൂടിയിട്ട് അവന് മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധം നമുക്കില്ല. അങ്ങനെ ആളെ കൂട്ടുന്ന ഒരു പരിപാടി സലഫിയത്തിനില്ലേന്ന്. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അത്. ഇബ്നു അബ്ബാസ് ഒരുപാട് ആളുകൾ തിരിച്ച് അഹ്ലുസുന്നയിലേക്ക് വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ ഖണ്ഡന പിന്നെ അദ്ദേഹത്തിന്റെ ആ വിശദീകരണങ്ങൾ കൊണ്ട് അത് ചരിത്രത്തിൽ വളരെ വിശദമായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. വിദേഹത്തിന്റെ ആളുകളോട് അദ്ദേഹം നടത്തിയ ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും, അത് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെതായ ഘട്ടത്തിൽ അത് ബയാൻ ചെയ്തു കൊടുക്കേണ്ട ഒരു ഘട്ടം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാന്നർത്ഥം. അത് ഗണ്ണിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? അതിനെ എതിർക്കുന്ന സന്ദർഭത്തിലാണ്. അല്ലെങ്കിൽ ഹക്കിനെ ബാത്തിലായിട്ട്, അതിനെ ദലാലത്തായിട്ട്, അതിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദുർവ്യാഖ്യാനമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. അതല്ലാത്ത രൂപത്തിലുള്ള കുതർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇത് പ്രവാചകന്മാർ, അപ്പൊ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ 3 നമ്മൾ പറഞ്ഞു. ഒന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ നിർവഹിച്ചത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചെയ്തത്, അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അങ്ങനെ പിന്നീടുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാർ ഇത് ചെയ്തത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിനോട് നടത്തിയത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം സമൂഹത്തോട് ചെയ്തത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിനോട് നടത്തിയത്. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റേത് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റേത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വേറെ അത് റഫർ ചെയ്തിട്ട് അത് പഠിക്കണം ഓരോന്നും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒക്കെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റേത്, നമ്രൂദിനോട് നടത്തിയ വാദപ്രതിവാദം, സമൂഹത്തോട് നടത്തിയത്, അതൊക്കെ ഓരോന്നും, പിതാവിനോട് നടത്തിയത്, ആ സത്യത്തെ വിശദീകരിച്ചു കൊടുത്തത്, ഹക്കിനെ എതിർത്തത്, അതൊക്കെ കൃത്യമായിട്ട് പ്രമാണങ്ങളിൽ രേഖപ്പെട്ടു വന്നിട്ടുണ്ട്. അതല്ലാത്ത ഒരു തർക്കത്തിലേക്ക് പോയാൽ അതെന്താവും? നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് ഉദ്ധരിച്ചു. ഒരു സമൂഹം ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ലലാലത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ തർക്കം കൊണ്ടാണ്. ആ തർക്കം നമ്മളെ അവസാനം ലലാലത്തിലേക്ക് എത്തിക്കും. ആ രൂപത്തിലുള്ള തർക്കത്തിലേക്ക് പോകേണ്ട ഒരു കാര്യവും നമുക്കില്ല.
അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. അപ്പൊ തർക്കിച്ചെങ്കിലേ ദഅവത്ത് സജീവമാകൂ എന്നത് അഹ്ലുസുന്നയുടെ നിലപാടല്ല. ആ രൂപത്തിലുള്ള കുതർക്കങ്ങൾ അനുവദിച്ചിട്ടുമില്ല. സത്യം എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, ഇഷ്ടമുള്ളവൻ സ്വീകരിച്ചോട്ടെ. അപ്പൊ അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്. പിന്നെ അദ്ദേഹം അതിൽ ഒന്ന് പറഞ്ഞ കാര്യം വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വായി, അതുകൂടി മനസ്സിലാക്കണം. ഹവന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, ബിദ്അത്ത്, ഹവന്റെ ഹവ എന്താ ഹവ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുക, അവരുടെ ബുദ്ധിക്കോ അവരുടെ യുക്തിക്കോ അനുസരിച്ചൊക്കെയാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അസ്ഹാബുൽ അഹ്വാ അതന്നെയാണ് അസ്ഹാബുൽ ബിദ്അഹ്. അത് രണ്ടും ഒരേ രൂപത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്, രണ്ടും ഒരേ അർത്ഥത്തിലാണ് എന്നുള്ളത് ഷാത്തബി അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ അഹ്വാഹും അസ്ഹാബുൽ ബിദ്അഹും അവർ രണ്ടും ഒരു കൂട്ടരാണ്. കാരണം ഹവന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ, പ്രമാണങ്ങളിൽ വന്നതൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ ബുദ്ധിക്ക് ചോദിച്ചെങ്കിൽ അവരെ സ്വീകരിക്കുള്ളൂ. അവരുടെ ബുദ്ധിക്ക് ചോദിച്ച ഇബാദത്തുകൾ അവരുണ്ടാക്കും, അവരുടെ ബുദ്ധിക്ക് ചോദിച്ച അഖീദകൾ അവരുണ്ടാക്കും. ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, സഹാബത്ത് എന്ത് പറയുന്നു, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അങ്ങനെ ഹവക്കനുസരിച്ച് കാര്യങ്ങൾ ദീനിൽ ഉണ്ടാക്കുക, അത് തന്നെയാണ് ബിദ്അത്തിന്റെ ആൾക്കാരും ചെയ്യണത്. അവരുടെ ഹവക്കനുസരിച്ച് കാര്യങ്ങൾ അവർ ഉണ്ടാക്കും, അവരുടെ ഹവക്കനുസരിച്ച് അവരുടെ അഖീദ സ്വീകരിക്കും. അങ്ങനെയുള്ള ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഹവന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മുടെ കേരളത്തിൽ ആകെ പ്രശ്നമാവും. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ദായി അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രബോധകൻ ആരാണ് അറിയോ? എല്ലാവരുടെ പ്രസംഗം പോയിട്ട് കേൾക്കുന്ന ആളാ. എല്ലാവരുടെ പ്രസംഗം പോയിട്ട് കേൾക്കുക എന്ന് മാത്രമല്ല, അവരുടെ മുൻ സീറ്റിൽ തന്നെ പോയിട്ട് ഇരിക്കും ചെയ്യും. അവനാണ് ഏറ്റവും സജീവനായ ദായി, ഏറ്റവും സജീവനായ പ്രബോധകൻ. അതാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ പഠിച്ച സലഫിയത്ത്. അത് യഥാർത്ഥത്തിൽ സലഫിയത്തല്ല. അങ്ങനെ അവരുടെ പരിപാടികളിലേക്ക് പോവുക, അത് ഏത് ബിദ്അത്തിന്റെ ആൾക്കാരായിക്കോട്ടെ, അവരുടെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. ഖവാരിജോ ഖദരിയാക്കളോ ഷിയാക്കളോ മുർജിയത്തോ ജഹമിയത്തോ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വീകരിച്ചിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ബിദ്അത്തിന്റെ ആളുകളോ ആരും ആകട്ടെ, അവരുടെ കൂടെ പോവുക, അവരുടെ പരിപാടികൾക്ക് പോവുക, അവരുടെ ക്ലാസ്സിൽ. അത് ചില ആൾക്കാർ യോഗ്യതയിട്ടാ പറയല്, ഞാൻ അവരുടെ ക്ലാസ്സിനും പോകലുണ്ട്, ഞാൻ എല്ലാ ക്ലാസ്സിനും പോകാറുണ്ട്, ഞാൻ നിഷ്പക്ഷനാണ്, എനിക്കതിൽ അത്ര കടംപിടുത്തല്ല എന്നുള്ള അതിന്റെ മുന്നത്തെ സൊഫ് പോയിട്ട് അവൻ ഇരിക്കും. അവരുടെ പരിപാടികൾക്ക് പോകും, അവരുടെ ഖുർആൻ ക്ലാസ്സുകൾക്ക് പോകും, അവരുടെ കൂടെ എല്ലാ പരിപാടികൾക്കും അയാളുണ്ടാകും, അവരോടൊപ്പം ഇരുത്തം എല്ലാം അങ്ങനെ തന്നെ. യഥാർത്ഥത്തിൽ അത് അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടത് അനുവദിച്ചിട്ടില്ല എന്നറിയോ? അങ്ങനെ ആ രൂപത്തിൽ ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വെറും അവരുടെ കൂടെ പോയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല. അവരുടെ പരിപാടികൾ ശ്രവിക്കുക, ആ രൂപത്തിലുള്ള സൈറ്റുകൾ വായിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ദലാലത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാ? അവർ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. കിട്ടുന്നത് മുഴുവൻ എന്തായിരിക്കും? ഷിയാക്കളുടെ അല്ലെങ്കിൽ ഈ ഹവയുടെ ആളുകളുടെ അല്ലെങ്കിൽ ബിദ്അത്തിന്റെ ആളുകളുടെ സൈറ്റുകളായിരിക്കും. അത് വായിച്ചിട്ട് അവന്റെ മനസ്സിൽ ശക്കുകൾ ഉണ്ടാകും. അതുണ്ടാവില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലത് ഞാൻ വായിച്ചു തരുന്നുണ്ട്, നിങ്ങൾ പഠിക്കാനാണത്. നമ്മുടെ സഹാബികൾ പോലും ഇത് ഭയപ്പെട്ടിട്ടുണ്ട്, താബീങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ട്. അവര് ഭയപ്പെട്ടു. എന്ത്? അവരൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? ഞങ്ങളുടെ മനസ്സുകളൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. ഒരു പക്ഷെ അവരുടെ വർത്താനം എന്താകും? ഞങ്ങളുടെ മനസ്സിൽ ശക്കിട്ട് വരും. ഇപ്പൊ ചില സൈറ്റുകൾ വായിച്ചാല് എന്തിനാ സിഫീൻ യുദ്ധം ഉണ്ടായത്? അതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അലി റളിയല്ലാഹുവിനെ പറ്റി മോശമായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് മോശമായൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് അത് പ്രസംഗങ്ങൾ കേട്ടാല്. ഇപ്പൊ സിഹിറിനെ കുറിച്ച് 100% അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആള് ചില ആൾക്കാരുടെ പ്രസംഗം കേട്ടിട്ട് പറയാണ്, സിഹിറൊന്നുമില്ല, അത് നിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല. എന്തേ കാരണം? ആ ക്ലാസ്സിന് പോയതാ, വേറെ തകരാറൊന്നുമില്ല. അങ്ങനെ എത്ര ആളുകള് ഹിദായത്ത് കിട്ടിയതിനു ശേഷം എന്താ ഈ വിദേഹത്തിന്റെ ആൾക്കാരെ ക്ലാസ്സിന് പോകും, നല്ല വാചക സാമർത്ഥ്യം ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല മൻതിക്ക് അതുണ്ടാകും. ചില ഖുറാഫികളുടെ പ്രസംഗം പോയിട്ട് തിരിഞ്ഞ ആൾക്കാരില്ല, അതിന്റെ മുമ്പ് സഫ് പോയിട്ടിരിക്കും. അപ്പൊ അവരുടെ മൻതിക്ക് കൊണ്ട് എന്താകും? അവരുടെ മനസ്സിൽ ഇബ്ലീസ് ശക്കിട്ട് കൊടുക്കും. അതോടുകൂടി അവൻ ഹിദായത്തിൽ നിന്ന് എന്താകും? ദലാലത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, അവരോടൊപ്പമുള്ള സഹവാസം, അത് അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് പറയുന്നത് ആരാ? അത് പറഞ്ഞത്
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലാണെന്നാണ്, അസ്ലാന്ന, അടിസ്ഥാനാണെന്നാണ്, തത്വമാണെന്നാണ്, അടിത്തറയാണെന്നാണ്, അടിസ്ഥാനപരമായ നിയമമാണ് എന്ത്, ഈ വിദേഹത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം. അത് ഇരിക്കരുത് എന്ന്. എന്താ അതിന്റെ തെളിവ്? ഉസൂൽ സുന്ന എന്ന ഗ്രന്ഥത്തില് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന ആദർശമായിട്ട് പഠിപ്പിച്ച കാര്യമാണത്. ഇത് നമ്മുടെ കേരളത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മൾ അവരുടെ കൂടെ പോയിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ വിളിച്ചിട്ട് നമ്മൾ പരിപാടി നടത്തും. നമ്മൾ സ്റ്റേജ് കെട്ടിയിട്ട് വിദേഹത്തിന്റെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പ്രസംഗിക്കാം. നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റുമോ? ആ കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിലൊന്നും ഒരു ശക്കും ഇബ്ലീസ് ഇട്ടെടുക്കൂല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റുമോ? അവരുടെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല എന്നുള്ളതാ. ഇനി ചില ഉദ്ധരണികൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്നിട്ടുണ്ട് അവരെ വിളിച്ചിട്ട് പരിപാടി നടത്തുക. അതാണ് നമ്മുടെ കേരളത്തിലെ ദീന്. അതിനെതിർത്താൽ അവൻ ദമ്മാജി സലഫിയ, അല്ലെങ്കിൽ അവൻ മതമൗലികവാദിയ, അതല്ലെങ്കിൽ അവൻ തീവ്രവാദ സലഫിയാണ്, അതല്ലെങ്കിൽ അവൻ ഗൾഫ് സലഫിയാണ്. അതിനെതിർത്താൽ അല്ലെ, അവരെ വിളിച്ചിട്ട് പരിപാടി നടത്തിക്കുക വിദേഹത്തിന്റെ ആൾക്കാർ, എന്നിട്ട് അവര് 1 മണിക്കൂർ പ്രസംഗിക്കുക. അതല്ലെങ്കിൽ നമ്മൾ അവരെ ഇതിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം. ഇതൊന്നും യഥാർത്ഥത്തില് അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇനി ചില ഉദ്ധരണികൾ ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് പോവാണ്, നമുക്കത് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നു. എല്ലാവരുടെ പരിപാടിയും കേൾക്കണം, എല്ലാവരുടെ പരിപാടിക്കും പോകണം, എന്നിട്ട് സത്യാസത്യം മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ലാ തുജാലിസ്, നീ ഇരിക്കരുത്, അഹ്ലൽ അഹ്വായി, കണ്ടോ, അവന്റെ ആളുകളോടൊപ്പം നീ ഇരിക്കരുത്. ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു അഭിപ്രായം മാത്രമല്ല എന്നർത്ഥം. അദ്ദേഹം ഈ അഭിപ്രായം അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമായിട്ട് പറഞ്ഞതല്ലോ. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അവന്റെ ആളുകളോടൊപ്പം നീ ഇരിക്കരുത്. എന്താ കാരണം പറഞ്ഞത് അറിയോ? ഫൈന മുജാലസതഹും, അവരുടെ കൂടൊപ്പമുള്ള ഇരുത്തം മുംരിദത്തുൽ ലിൽ ഖുലൂബി, അത് ഹൃദയങ്ങൾക്ക് രോഗം ഉണ്ടാക്കും. ഹൃദയങ്ങൾക്ക് രോഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കും എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താ? അത് തൗഹീദുള്ള മുവഹിദായ മനുഷ്യനിൽ എന്താവും? ചിലപ്പോൾ ശിർക്കിലേക്ക് എത്തും. സുന്നത്തുള്ള ഒരു മനുഷ്യൻ ചിലപ്പോൾ വിദേഹത്ത് ചെയ്യാൻ തുടങ്ങും. അതിന്റെ മനസ്സിൽ ശക്കുകളും രീവത്തുകൾ ഉണ്ടാകും, ശുബ്ഹാത്തുകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് എന്ത്, അവരോടൊപ്പം ഇരുത്തം പാടില്ല എന്ന് ആര് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്. അവരോടൊപ്പം നീ ഇരിക്കരുത്. അവരോടൊപ്പം നീ ഇരുന്നാലോ, അവരോടൊപ്പം നീ ഇരുന്നാൽ അത് നിന്റെ മനസ്സിന് രോഗം ഉണ്ടാക്കും. രോഗം ഉണ്ടാക്കും എന്ന് പറഞ്ഞാല് അതന്നെ, മനസ്സിൽ ശക്കുകൾ ഇബ്ലീസ് ഇട്ടൊടുക്കും. അത് പിന്നെ എങ്ങനെ അതുകൊണ്ടാണ് മുൻഗാമികൾ എന്ത് പറഞ്ഞത്? അത് നമ്മുടെ ഹൃദയം എന്നുള്ളത് എന്തല്ല, അത് നമ്മുടെ അടുത്തല്ല, അത് അള്ളാന്റെ അടുത്താ. ഇനി ചില ഉദാഹരണങ്ങൾ കൂടി കേട്ടോ. അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞില്ല, തുജാലിസു അഹ്ലൽ അഹ്വായി, അവന്റെ ആളുകളോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. വലാ തുജാദിലുഹും, അവരോട് നിങ്ങൾ തർക്കിക്കാനും പോകണ്ട. എന്താ കാരണം എന്നറിയോ? ഫൈന്നീല ആമനു, ഞാൻ നിർഭയനല്ല, അൻ യഖമിസൂകും ഫീ ദലാലതിഹിം, അവരുടെ ദലാലത്തിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും. കണ്ടോ, അവര് ദലാലത്തിലുള്ളത്, ആ ദലാലത്തിലേക്ക് അവർ നിങ്ങളെ എത്തിക്കുന്നതിനെ തൊട്ട് ഞാൻ നിർഭയനല്ല, എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റൂല എന്ന്. പിന്നെ എങ്ങനെ നമ്മൾ അവരെ വിളിച്ചിട്ട് പ്രസംഗിപ്പിച്ച് നമ്മളെ സ്റ്റേജിൽ? ഇവരൊക്കെ ആരാ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് ഈ പറയുന്നത്. എന്ത്? ഫൈന്നീല ആമനു അൻ യഗ്മിസൂകും ഫീ ദലാലതിഹിം, അവരുടെ ദലാലത്തിൽ അവർ നിങ്ങളെ മുക്കുന്നതിനെ, അവരുടെ ദലാലത്തിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകുന്നതിനെ തൊട്ട് ഞാൻ നിർഭയനല്ല. അദ്ദേഹത്തിന് നിർഭയത്തല്ല, അദ്ദേഹത്തിന് പേടിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഔ അല്ലെങ്കിൽ യൽബിസു അലൈക്കും മാ കുൻതും തഅരിഫൂൻ, നിങ്ങൾ അറിയുന്ന കാര്യത്തിൽ ഒരു ഇൽത്തിവാസെങ്കിലും ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. ഉണ്ടോ? ഇനി പൂർണ്ണമായിട്ട് നിങ്ങളെ ദലാലത്തേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സൈറ്റുകൾ വായിച്ചാൽ ചില ആളുകൾക്ക് അങ്ങനെയാണ് തോന്നും, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ മനുഷ്യന്റെ കോലത്തുക്കായില്ലേ, അതുകൊണ്ട് ആ വിശ്വാസം തെറ്റാണ് എന്നുള്ള ഒരു ചിന്ത അത് ഏത് വിഷയത്തിലുണ്ടാക്കും. അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെന്താ, ചിലപ്പോ അവര് ദലാലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും, ഞാൻ അതിനെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് നൽകണില്ല. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളിൽ തെൽബീസ് അവരുണ്ടാക്കും.
വസ്വാസുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത് എന്നതാ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകാന സലഫു, സലഫുകളായിരുന്നു യൻഹൗന, അവർ വിരോധിച്ചിരുന്നു അൽ മുജാലസത്തി അഹ്ലിൽ ബിദ്അ, കണ്ടോ, ബിദ്അത്തിന്റെ ആളുകളുടെ സദസ്സിൽ പോയിട്ട് ഇരിക്കുന്നതിന്. ഇതൊക്കെ മുൻഗാമികൾ പറഞ്ഞതാണ്. ഇതൊന്നും സൗദി അറേബ്യന്നോ ഇവിടുന്ന് ഒന്നും റിക്രൂട്ട് ചെയ്തതല്ല. ഇത് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. നമ്മുടെ കേരളത്തിൽ ഇതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്. 100 കൊല്ലായി, ഒരു നൂറ്റാണ്ടായി. പക്ഷെ ഇത് പറഞ്ഞാൽ എന്താ, ഇത് പറഞ്ഞാൽ പ്രശ്നമായി. എന്താ പറഞ്ഞത്? ബിദ്അത്തിന്റെ വക്കാന സലഫു, സലഫുകളായിരുന്നു എന്നാ. അപ്പൊ നമ്മൾ ഏത് സലഫിയത്തിലാന്നുള്ളത് 100 വട്ടം ആലോചിക്കേണ്ടതുണ്ട്. ഇന്നും അങ്ങനെ തന്നെയുള്ള നമ്മുടെ രീതികളൊക്കെ, പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങനെ തന്നെയല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്നാൽ സലഫുകളായിരുന്നു യൻഹൗന, അവർ വിരോധിച്ചിരുന്നു അൽ മുജാലസത്തി, ഇരിക്കുന്നതിന്, അഹ്ലിൽ ബിദ്അ, ആരോടൊപ്പം? ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം. വന്നളിരി ഫീ കുതുബിഹിം, പോരാ, വന്നളിരി, നോക്കുന്നതിനെയും, ഫീ കുതുബിഹിം, അവരുടെ ഗ്രന്ഥങ്ങളിൽ. കണ്ടോ, ഇന്ന് ദീന് പഠിക്കൽ എങ്ങനെ? ഇന്ന് ദീന് പഠിക്കല് ഇന്റർനെറ്റ് എന്നാ, ഫേസ്ബുക്ക് എന്നാണ്, വാട്സപ്പ് എന്നാണ്. അതേത് സൈറ്റും കയറിയിട്ട് തപ്പും. വന്നളിരി ഫീ കുതുബി, അവരുടെ ഗ്രന്ഥങ്ങളിൽ നോക്കുന്നത് പോലും വിരോധിച്ചിരുന്നു എന്നാ. ആര്? സലഫുകൾ. എന്നിട്ട് എന്താണ് അറബി ഫെയിലും ഫായിലും തിരിയാത്ത ആളുകളാണ് എന്ത് ചെയ്യണത്? ഈ സെർച്ച് ചെയ്യണത്, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങൾ പോയിട്ട് വായിക്കുന്നത്, അവരുടെ പ്രഭാഷണങ്ങൾ പോയിട്ട് കേൾക്കുന്നത്. അപ്പൊ അവർക്ക് ആ 1 മണിക്കൂർ പ്രസംഗം കേട്ടാൽ അവർക്കാണ് ബോധ്യപ്പെടും എന്ത്, നബിക്ക് സിഹർ ബാധിച്ചിട്ടില്ല. കാരണം അതിനെ ഗണ്ണിക്കാനുള്ള തെളിവ് അവന്റെ അടുത്തില്ല. അല്ലെങ്കിൽ കണ്ണേർ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാന്ന്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സിഫാത്തുകളൊന്നുമില്ലാന്ന്, അല്ലെങ്കിൽ അള്ളാഹ് സിംഹാസനത്തിലാണ് എന്നുള്ളത് വിശ്വസിക്കാൻ തന്നെ പറ്റൂല. ഈ രൂപത്തിലുള്ള തെറ്റായ ചിന്തകൾ അവന്റെ മനസ്സിൽ അത് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവരോടൊപ്പമുള്ള ഇരുത്തത്തെ അവര് ഹറാമാക്കിയിരുന്നു, നിഷിദ്ധമാക്കിയിരുന്നു. അതേപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നോക്കുന്നതിനെ ഹറാമാക്കിയിരുന്നു. അത് പണ്ഡിതന്മാർക്ക് അതിൻ്റെതായ ആവശ്യം വരുമ്പോൾ അതിൻ്റെതായ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വൽ ഇസ്തിമാഇ കലാമിഹിം, കണ്ടോ, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അവരുടെ സംസാരം കേൾക്കുക, ഇതിനെയും അവര് വിരോധിച്ചിരുന്നു. ഇത് ഇബ്നു ഖുദാമ പറയാണ്. അൽ ആദാബു ശറയ്യ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇബ്നു മുഫ്രീദ് ഉദ്ധരിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അവരോടൊപ്പമുള്ള ഇരുത്തം, അവരുടെ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുക, അത് പോയിട്ട് വായിക്കുക. എന്തുറപ്പവനുള്ളത്? ആ ഗ്രന്ഥത്തിലുള്ളത് സത്യമാണോ അസത്യമാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഇൽമ അവന്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവന്റെ മനസ്സിൽ അത് ശക്കുണ്ടാക്കും. അതേപോലെ തന്നെ അവരുടെ സംസാരങ്ങൾ കേൾക്കുക. ഈ 3 കാര്യങ്ങളെ മുൻഗാമികൾ വിരോധിച്ചിരുന്നു എന്നുള്ളതാണ്. എത്ര കൃത്യമായിട്ടാണ് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇന്ന ദുആത ഇലൽ ബിദ്അ, ഈ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ദായികളുണ്ട്, പ്രബോധകന്മാരുണ്ട്. ലാ തുഖബൽ ഷഹാദത്തുഹും, അവരുടെ ഷഹാദത്ത് സ്വീകരിക്കാൻ പാടില്ല. വലാ യുസല്ലി ഖൽഫഹും, അവർക്ക് പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല. വലാ യുഖദ് അൻഹുമുൽ ഇൽമ, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്നാ. കണ്ടോ, ബിദ്അത്തിന്റെ ആളുകളാണ്, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കരുത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്ന് പോലും നമ്മുടെ ആളുകൾക്ക് അറിയില്ല. നീണ്ട താടിയുള്ള ആളുകളടുത്തൊക്കെ പോയിട്ട് നമ്മുടെ ആൾക്കാർ ഇരിക്കും. അയാളടുത്താണ് ഇൽമു എന്നുള്ളത്. നീളം കുപ്പായോ നീണ്ട താടിയും വലിയൊരു തലയിക്കെട്ടുണ്ടെങ്കിൽ അയാളടുത്താണ് ഇൽമിന്റെ ബഹർ എന്ന് വിചാരിച്ചിട്ട് അയാളെ മുമ്പിൽ പോയി കുത്തിരിക്കാണ് നമ്മുടെ സാധുക്കളായ ആൾക്കാർ. എന്നിട്ട് ഒസ്വാസും കയറിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് സംശയങ്ങളും കൊണ്ടുവരികയാണ്. എന്താ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്? ഈ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന, ഖുറാഫത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ സാക്ഷ്യം തന്നെ സ്വീകരിക്കാൻ പാടില്ല, അവരുടെ പിന്നിൽ നിസ്കരിക്കാനും പാടില്ല. വലാ യുഖദ് അൻഹും അൽ ഇൽമ, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കരുത് എന്നാ. പിന്നെ എന്തിനാ നമ്മൾ അവരുടെ ക്ലാസ് പോയിട്ട് കേൾക്കുന്നത്? ഇൽമു സ്വീകരിക്കുന്നതിനൊരു മനഹജില്ല, ഒരു ത്വരീഖയില്ല. എല്ലായിടത്തും പോയിട്ട് ഇൽമു സ്വീകരിക്കാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ. അതൊക്കെയാണ് ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്നാ. എന്നിട്ട് ഈ ബിദ്അത്തിന്റെ ആളുകളെയാണ് നമ്മൾ വിളിച്ചിട്ട് പ്രസംഗിപ്പിക്കുന്നത്. അവര് സംഗീതം പാടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള തെളിവുകളാണ് നമ്മൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ
അവരുടെ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ അവരത് നമ്മൾ തെളിവായിട്ട് ഉദ്ധരിക്കുക? സംഗീതം പാടുണ്ടെന്നുള്ളതിന് തെളിവെന്താ? അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാ. അത് പാടില്ല എന്ന്, അവരുടെ അത് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പാടില്ല എന്നാ പറയണേ. ഇനിത് മാത്രല്ല, ഇബ്രാഹിം ഇബ്നു മൈസറ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അവരെ ഒരു നിലക്കും നമ്മൾ ആദരിക്കേണ്ട കാര്യമില്ല വിദേഹത്തിന്റെ ആൾക്കാരെ. അങ്ങനെ വിദേഹത്തിന്റെ ആളെ ആരെങ്കിലും ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ നമ്മളൊക്കെ എന്തൊരു ആദരവാ, എന്തൊരു ബഹുമാനാണ് അവരെ കാണുമ്പോ, അല്ലെ? വല്ലാത്ത ബഹുമാനവും വല്ലാത്ത ആദരവാണ് നമുക്ക് അവരെ കാണുമ്പോ. പക്ഷെ ആ വിഷയത്തിൽ കർശനമായ രീതി സ്വീകരിച്ച ആൾക്കാരായിരുന്നു എന്ത്? നമ്മുടെ മുൻഗാമികളായ ആളുകൾ. കർശനമായ രീതി എന്ന് പറഞ്ഞാല് പിന്നെ ഒരു വിദേഹത്ത് ചെയ്ത ഒരാള് നമ്മൾ നടക്കുന്ന വഴിക്ക് വരുന്നുണ്ടെങ്കിൽ വേറെ വഴി കൂടെ പോകണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അത്രത്തോളം പിന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു അവർ ആ വിഷയത്തില്. വിദേഹത്തിന്റെ ഒരാള് വരുന്നുണ്ട്, അയാളെ തോളിൽ കൈയിട്ട് നടക്കണം എന്നല്ല പറഞ്ഞത്, വേറെ വഴി സ്വീകരിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. ഇബ്രാഹിം ഇബ്നു മൈസറ പറഞ്ഞു, ഒരാള് വിദേഹത്തിന്റെ ആളെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ നമുക്കൊക്കെ എന്തൊരു ആദരവ് അവരെ കാണുമ്പോ. ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം, ഇസ്ലാമിനെ തകർക്കാൻ അവൻ സഹായിച്ചു എന്നാ. വിദേഹത്തിന്റെ ഒരാൾ ആദരിച്ചാലേ, എന്നിട്ട് അവരുതാ നമ്മൾ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്, എന്നിട്ട് അവരെ കൊണ്ടാ നമ്മൾ പ്രസംഗിപ്പിക്കുന്നത്, എന്നിട്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ട് അതിനെ ഗണ്ണിക്കുക. ചിലപ്പോ അവരുടെ പ്രസംഗമാണ് ആ മനുഷ്യന് അയാളെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലോ. അപ്പൊ ഇതൊന്നും അഹ്ലുസുന്നന്റെ രീതിയല്ല. അപ്പൊ വിദേഹത്തിന്റെ ഒരാൾ ആദരിച്ചാൽ, വിദേഹത്ത് ചെയ്യുന്ന ഒരാളെ, അത് പ്രചരിപ്പിക്കുന്ന ഒരാള് ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ എന്താണ്? ഇസ്ലാമിനെ തകർക്കാൻ അയാൾ സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവരാ വിഷയത്തില് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. തൗസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കാബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഅബദുൽ ജുഹനിയെ കണ്ടു. മഅബദുൽ ജുഹനി ആരാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖദറിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ്. അങ്ങനെ തൗസ് റഹ്മത്തുള്ളാഹി അലൈഹി തവാഫ് ചെയ്യുമ്പോൾ മഅബദുൽ ജുഹനിയെ കണ്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഹാദാ മഅബദുൻ ഫഅഹീനുഹു, അയാളെ കൈ പിടിച്ചിട്ട് സലാം കൊടുത്തിട്ട് അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി സൽക്കരിക്കല്ല ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ഇതത് മഅബദാണ് ട്ടോ, ഫഅഹീനുഹു, അവനെ നിങ്ങൾ നിന്ദിച്ചോളി, അവനെ നിങ്ങൾ നിന്ദിക്കുവിൻ എന്നാ പറഞ്ഞത്. അവനെ നിങ്ങൾ നിന്ദിക്കുവിൻ, അവനെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുവിൻ, ഈ രൂപത്തിലായിരുന്നു. ഇനി വേറൊരു സംഭവം കേട്ടോ. ഇതൊക്കെ പിന്നെ ഷർഹുസുന്ന, അതേപോലെ തന്നെ ലാലക്കായി, ഇവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇബ്നു ബത്ത ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. വേറെ സംഭവം, സഈദ് ഇബ്നു ആമിർ അസ്മാ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാ, കാലത്ത് അവർ പറഞ്ഞു, മുഹമ്മദ് ഇബ്നു സീരീൻ, പ്രഗൽഭനാണ് അദ്ദേഹം, ദഖല റജുലാനി മിൻ അഹ്ലിൽ അഹ്വായി, ഈ ഹവയുടെ ആളുകളിൽപ്പെട്ട രണ്ടാളുകള് അലാ മുഹമ്മദ് ഇബ്നു സീരീന്റെ അടുത്തേക്ക് വന്നു. വിദേഹത്തിന്റെ രണ്ടാൾക്കാരാണ്. ഫഖാല, ആ വന്ന രണ്ടാളുകൾ പറഞ്ഞു, അബൂബക്കർ, മുഹമ്മദ് ഇബ്നു സീരീനോട് സംസാരിക്കാൻ, നുഹദ്ദിസുക ബി ഹദീസിൻ, ഞങ്ങളൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മളൊക്കെ എന്താ ചെയ്യല്? ഒരാളെ കിട്ടാൻ വേണ്ടി കുത്തിരിക്കാണ്, അയാളെ തർക്കിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേഹത്തിന്റെ ഒരാളെ തേടി പിടിച്ച് നടക്കാണ്. അയാൾക്ക് സത്യം പറഞ്ഞു കൊടുക്കാനെന്നല്ല, അയാളെ ഗണ്ണിക്കാണെന്നുള്ളതാ. എന്താ പറഞ്ഞത്? മുഹമ്മദ് ഇബ്നു സീരീനൊക്കെ ആരാ? അവര് രണ്ടുപേരും പറഞ്ഞു, എന്ത്? നുഹദ്ദിസുക ബി ഹദീസിൻ, ഞങ്ങളടുത്തൊരു ഹദീസ് ഉണ്ട്, അത് പറഞ്ഞു തരട്ടെ വെച്ചു. ഖാല, മുഹമ്മദ് ഇബ്നു സീരീൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളെ ഹദീസ് കേൾക്കണ്ട പറഞ്ഞു. എന്താ പണി കേട്ടാല്, എന്താ പോരെ കൊണ്ടെന്നാണ് പ്രസംഗിപ്പിച്ചാല്, എന്താ ഓരോ ക്ലാസ്സിനാണ് പോയാല്, നിങ്ങളെ ഈ തീവ്രവാദം ഒന്നും ഇവിടെ നടക്കൂല, നിങ്ങൾ യമൻ സലഫിയാണ്, ഇത് ഗൾഫ് ഇറക്കുമതിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഹദീസ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു, നിങ്ങളെ സംസാരം ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഫനഖറു അലൈക ആയത്തും മിൻ കിതാബില്ല, എന്നാ ഞങ്ങള് അള്ളാന്റെ കിതാബ് എന്നൊരു ആയത്ത് ഞങ്ങൾ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. കാല, അദ്ദേഹം പറഞ്ഞു, ഇല്ല തഖൂമാനി അന്നി, കർശന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് എണീറ്റ് പോകണം. ഔല അഖൂമന്ന, അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകും. എന്തിനാ അത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഇവിടുന്ന് എണീറ്റ് പോകണം എന്ന് പറഞ്ഞു.
ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത്? അതിന്റെ വിശദീകരണത്തിൽ കാണാം. ആ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാര് പറഞ്ഞെന്താ വെച്ചാല്, എന്റെ ഹൃദയത്തിൽ അത് രോഗം ഉണ്ടാക്കുന്നതിന് ഞാൻ പേടിക്കുന്നു എന്നുള്ളതാ. എന്റെ ഹൃദയത്തിൽ അത് സംശയം ഉണ്ടാക്കുന്നതിന് ഞാൻ പേടിക്കുന്നു എന്നുള്ളതാ. ആര്? ഇതൊക്കെ മുൻഗാമികളായ പണ്ഡിതന്മാര് പറഞ്ഞ വാചകങ്ങളാ. അദ്ദേഹം അവരോട് എണീറ്റ് പോകാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകുന്ന. എന്നിട്ട് ഈ വിദേഹത്തിന്റെ ആൾക്കാരെ കൊണ്ടതാണ് നമ്മൾ പ്രസംഗിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം, ഇതേപോലെ വിദേഹത്തിന്റെ ആളുകളിൽപ്പെട്ട ഒരാള് പ്രഗത്ഭനായ അയ്യൂബ് സിഖ്തിയാനിയുടെ അടുത്തേക്ക് വന്നു. അയ്യൂബ് അസിഖ്തിയാനി ഈ അബൂബക്കർ എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അസ്അലുക അൻ കലിമത്തിൻ, എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട് നിങ്ങളോട്. കാരണം വിദേഹത്തിന്റെ ആളാണ്. കാല, ഇത് അയാൾ പറഞ്ഞപ്പോ ഫവല്ല അയ്യൂബ്, ഈ മഹാനായ പണ്ഡിതൻ തിരിഞ്ഞു വന്നു. വജഅല യുശീറു ബിസ്ബാഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ വിരലുകൾ ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ നിസ്ഫ കലിമ, വലാ നിസ്ഫ കലിമ, നിങ്ങൾ ഒരു വാചകമല്ല ഒരു അര വരി പോലും പഠിച്ച് സംസാരിക്കരുത്, പുറത്തു പോകണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനത്തെ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം? കാരണം അത് മനസ്സിൽ ശക്കുകൾ ഉണ്ടാക്കും. അത് അവരുടെ പ്രസംഗം കേട്ടാൽ ചിലപ്പോൾ ഉണ്ടാകും, അവരുടെ ക്ലാസ്സിന് പോയാൽ ചിലപ്പോൾ ഉണ്ടാകും, അവരോട് സംസാരിച്ചാൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകും, അവരോട് തർക്കിച്ചാലുണ്ടാകും, ഇന്റർനെറ്റിൽ പോയിട്ട് അവരുടെ സൈറ്റുകൾ സെർച്ച് ചെയ്താലുണ്ടാകും. നമുക്ക് തന്നെ തോന്നിപ്പോവും, എന്താ അലി റളിയല്ലാഹു അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ, അല്ലെങ്കിൽ എന്താ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ, എന്താ അവരൊക്കെ അങ്ങനെ, നമുക്ക് തന്നെ അത് തോന്നും. ആ രൂപത്തിലുള്ള തെറ്റായ ചിന്തകൾ ഇവരുണ്ടാക്കും. ഇതേപോലെ തന്നെ മറ്റൊരു ലാലക്കായി ധരിച്ച മറ്റൊരു സംഭവം, കാന ഇബ്നു താവൂസ് ജാലിസൻ ഇരിക്കുകയാണ്. ഫജാ റജുലുൻ മിനൽ മുഅ്തസില, അവ മുഅ്തസിലകളിൽപ്പെട്ട ഒരാൾ വന്നു, മുഅ്തസിലകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്നു ഇബ്നു താവൂസിന്റെ അടുത്ത്. ഫജാല എത്തക്കാലം, അങ്ങനെ അയാൾ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആരാണ്? ആളാരാണ്? മുഅ്തസിലയാണ്. അങ്ങനെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. എന്താ ചെയ്തറിയോ? ഫഅദ്ഖല ഇബ്നു താവൂസ് ഇസ്ബഅൈഹി ഫി ഉദ്നൈഹി, അദ്ദേഹത്തെ രണ്ട് വിരലുകൊണ്ട് ചെവിയിലാണ് തിരുകി. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഇതൊന്നും തീവ്രവാദം ഭീകരവാദം ഒന്നും അല്ല. എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇത് അഹ്ലുസുന്നയുടെ ആദർശമാണ്. അതെന്ത് ചെയ്തു? ഈ മുഅ്തസിലി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഫഅദ്ഖല ഇബ്നു താവൂസ് ഇസ്ബഅൈഹി ഫി ഉദ്നൈഹി, അദ്ദേഹത്തെ രണ്ട് ചെവിയിൽ രണ്ട് വിരലുകളാണ് തിരുകി. വഖാൽ ഇബ്നി, എന്നിട്ട് തന്നെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, അദ്ഖിൽ ഇസ്ബഅൈക ഫി ഉദ്നൈക, മോനെ രണ്ട് വിരലും രണ്ട് ചെവിയിലും വെച്ച് രണ്ട് ചെവിയിൽ തിരികളാ, രണ്ട് ചെവിയിൽ വെച്ചളാന്ന് പറഞ്ഞു. വഷ്ദുദ് വലാ തസ്മഅ മിൻ കലാമി ശൈഅ, അയാളുടെ സംസാരം ഒന്നും കേട്ടുപോകരുത് മോനെ. ഈ സംഭവം ഉദ്ധരിച്ച മഅമർ പറയാണ്, യാനി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അന്നൽ ഖൽബ ലഈഫുൻ, മനുഷ്യന്റെ ഹൃദയം എന്നുള്ളത് ലഈഫാണ്. മനുഷ്യന്റെ ഹൃദയം അത് ദുർബലമാണ്. കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തുണ്ടാകും? അത് സംശയങ്ങൾ ഉണ്ടാക്കും. എത്ര കൃത്യമായിട്ടാണ് ഈ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. അദ്ദേഹം പറയണത് ഈ മനസ്സിൽ ഇത് സംശയം ഉണ്ടാക്കുമെന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ നമുക്ക് പഠിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ അവർ ഇത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന നിയമമാണിത്. ഇതൊരു ശാഖാപരമായ കാര്യം നല്ലത്. സലഫിയത്തിന്റെ അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിന്റെ അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഉസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? തത്വം, നിയമം. 5+5 അത് 10 കിട്ടുള്ളൂ. എന്താ കാരണം? അത് തത്വമാണ്, അതതിന്റെ നിയമമാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ സയൻസിനും ഓരോ തത്വമുണ്ട്. അതൊരിക്കലും തെറ്റൂല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്, നിയമം, അടിത്തറയാണ് ഈ പഠിപ്പിക്കുന്നത്, ആദർശമാണ് ഈ പഠിപ്പിക്കുന്നത്. എന്ത്? ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം അത് ഒഴിവാക്കണം. അതിന്റെ കാരണം പറഞ്ഞത് എന്താ? അതിന്റെ കാരണം പറഞ്ഞത് അവർ നമ്മുടെ മനസ്സുകളിൽ വന്നിട്ട് ശക്കുകൾ ഉണ്ടാക്കും, അവർ നമ്മുടെ മനസ്സുകളിൽ സംശയങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവരോടൊപ്പമുള്ള ഇരുത്തം അത് പാടില്ല.
ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ തുജാലിസു അഹ്ലൽ അഹ്വായി, അവന്റെ ആളുകളോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. വലാ തുജാദിലുഹും, അവരോട് നിങ്ങൾ തർക്കിക്കരുത്. വലാ തസ്മാഉ മിൻഹും, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും ചെയ്യരുത്. ഇതാര് പറഞ്ഞതാണ്? ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ അബുൽ ജൗസാ, അദ്ദേഹം സിഖത്താണ് ഹദീസുകളുടെ കാര്യത്തില്, റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറഞ്ഞു എന്താ അറിയോ? യുജാവിറനി ഖിറദത്തുൻ വഖനാസീറുൻ അഹബ്ബു ഇലയ്യ മിൻ അൻ യുജാവിറനി അഹദും മിൻഹും, യാനി അസ്ഹാബുൽ അഹ്വായി. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഈ അവന്റെ ആളുകളോടൊപ്പം കൂട്ടുകൂടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം, ഈ വിദഅത്തിന്റെ ആളുകളോടൊപ്പം എനിക്ക് ഇരിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുരങ്ങന്മാരോടൊപ്പവും പന്നികളോടൊപ്പവും ഇരിക്കുന്നതാണ്. ഇതിന്റെ ഗൗരവം അത്ര ഉണ്ട്. കാരണം കുരങ്ങന്മാരൊപ്പം ഇരുന്നാലും പന്നികളോടൊപ്പം ഇരുന്നാലും മനസ്സിലത് ശക്കുകളോ അവനൊരിക്കലും ഹിദായത്തിൽ നിന്ന് ദലാലത്ത് എത്തൂല. അതുകൊണ്ട് ഈ വിദഅത്തിന്റെ അവന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തത്തേക്കാൾ, അവരുടെ സഹവാസത്തേക്കാൾ എനിക്കിഷ്ടം ഏതാണ്? പന്നികളോടൊപ്പമുള്ള ഇരുത്താണ്. ഇവരൊക്കെ ആരാ? മുഹദ്ദിസീങ്ങളാ. ഖിറദത്ത് കുരങ്ങന്മാർ, ഖനാസീർ ഖിൻസീർ പന്നി, ആ പന്നികളോടുകൂടെ, പന്നികളുടെ. അപ്പൊ ഇവരുടെ ഈ ആളുകൾ സ്വീകരിച്ച ഗൗരവത്തെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം ഗൗരവത്തിലായിരുന്നു അവർ ഈ സംഭവം കണ്ടിരുന്നത്. ഈ വിദേഹത്തിന്റെ ആളുകളോടൊപ്പം ഇരിക്കുക, അവരോട് പോയിട്ട് തർക്കിക്കുക, വെറുതെ ആവശ്യമില്ലാതെ അവരുടെ പിന്നാലെ പോവുക, അവരെ വിളിച്ചു വരുത്തുക, എന്നിട്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. ഇത് ഇന്നൊരു ലഹരിയാണ് നമ്മുടെ നാട്ടിൽ. ഇതില്ലെങ്കിൽ ദഅവത്തില്ല എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയാണല്ലോ. ഈ രൂപത്തിലുള്ള കുതർക്കങ്ങളും പരിപാടികളും ഒക്കെ നടത്താം. വെറും തർക്കങ്ങൾ, ദീന് പഠിപ്പിക്കലല്ല. ഈ രൂപത്തിലുള്ള കുതർക്കങ്ങള്, വാദപ്രതിവാദങ്ങള്, ഈ രൂപത്തിലുള്ള ദഅവത്തുകള്, എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുക. ഇതാണെന്ത്? ദഅവത്ത്. ഇതൊന്നുമില്ലാതെ ഷെയ്ഖ് ഉസൈമീനും ഷെയ്ഖ് അൽബാനിക്ക് ക്ലാസ് എടുത്തതുപോലെ ക്ലാസ് എടുത്താല് അവര് മൂലാശികളും അവര് ഗൾഫ് ഇറക്കുമതികളും. ഇതല്ല യഥാർത്ഥത്തിൽ ദീൻ എന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇമാം ബർബഹാരി അദ്ദേഹത്തിന്റെ ശറഹ് സുന്നയിൽ പറഞ്ഞ മറ്റൊരു വാചകം, വൈദാ റഅയ്ത റജുല, ഇനി നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വാചകം അദ്ദേഹം പറയുന്നത്, വൈദാ റഅയ്ത റജുല, ഒരാളെ നീ കണ്ടു, ജാലിസൻ, അയാൾ ഇരിക്കുന്നമായ റജുലു മിൻ അഹ്ലിൽ അഹ്വായി, കണ്ടോ, അവന്റെ ആളുകളുടെ കൂടെ ഒരാൾ ഇരിക്കുകയാണ്. ഫഹദ്ദിർഹു, അവനോട് നീ അതിനെപ്പറ്റി താക്കീത് ചെയ്യണം. വഅരിഫുഹു, അവന് വിഷയം പഠിപ്പിച്ചു കൊടുക്കണം. ഒരാളിങ്ങനെ ഏതെങ്കിലും ക്ലാസ്സിന് പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ മുമ്പത്തെ സെഫ് പോയിട്ട് ഇരിക്കണം എന്നല്ല നമ്മൾ പഠിപ്പിച്ചിക്കണേ അല്ലേ? അത് നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെ അല്ലേ? എന്താപ്പോ അവിടെ പോയിട്ട് ഇരിക്കണം? അല്ല, നമുക്ക് ക്ലാസ് ഒന്നുമില്ല, അപ്പൊ അവിടെ പോയിട്ട് ഇരിക്കുക എന്നുള്ളതാ. അവൻ പറയുന്ന കാര്യങ്ങൾ ഹക്കാണോ ദലാലത്താണോ എന്നുള്ളത് നിനക്കറിയോ? ഇനിയൊരു പക്ഷെ നിനക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, അവന്റെ വാക്കുകൊണ്ട് എന്താ ദലാലത്തേക്ക് പോകും. കാരണം അവര് അവന്റെ ആളുകളാണ്. എന്നിട്ട് എന്ത് ചെയ്യാ? നമുക്ക് ഏതായാലും ഇപ്പൊ ക്ലാസ്സുകളൊന്നുമില്ല, അല്ലെങ്കിൽ ക്ലാസ് ഈ മാലിൽ കുത്തുബയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നല്ല പരിപാടിക്ക് പോയിട്ടിരിക്കുക. എന്നിട്ട് മുന്നത്തെ സഫിൽ പോയിട്ട് ദീന് കേൾക്കുകയാണെന്ന് അതിന്റെ പേര്. ഇതൊന്നും സലഫികളുടെ രീതിയല്ല. ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇങ്ങനെ പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരാളിങ്ങനെ ഏതെങ്കിലും സദസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവന്റെ ആളുകളുടെ, അവരുടെ ആളുകളുടെ, വിദേഹത്തിന്റെ ആളുകളുടെ ഒരു സദസ്സ്, ഒരു വേദി, ഒരു പരിപാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫഹദ്ദിർഹു, താക്കീത് ചെയ്യണം, പോകരുതെന്ന് പറയണം. വഅരിഫുഹു, അതായത് അറിയിച്ചു കൊടുക്കണം അവരെ പറ്റി. എന്നിട്ടോ ഫൈൻ ജലസ മാഹു ബഅദമാ അലിമ ഫത്തക്കി, ഈ കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷവും അവൻ അവരോടൊപ്പം പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവനെ നീ സൂക്ഷിച്ചോ. നമ്മൾ പോണെന്നാ പഠിച്ച്, പോണ ആളെ വിലക്കണമെന്നാ പണ്ഡിതന്മാര് പറഞ്ഞു. പോകരുത്. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവനെ തടയും വേണം, എന്നിട്ട് അവന് മുന്നറിയിപ്പ് കൊടുക്കണം, പോകരുതെന്ന് പറയണം. ഇതൊക്കെ പറഞ്ഞെടുത്തിട്ടും അവൻ ആ സദസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവനെ സൂക്ഷിച്ചോന്നാ. കാരണം എന്താ? ഫൈന്നഹു സാഹിബു ഹവ, അവൻ അവന്റെ ആളാണ്, അവനും അവന്റെ ആളാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹവ കേൾക്കാൻ അവൻ അവിടേക്ക് പോകുന്നത്. അവനും അവന്റെ ആളായി തീർന്നു. അതുകൊണ്ട് അവനെ നീ സൂക്ഷിച്ചോന്നാ. കാരണം എന്താണ്? അവൻ അവന്റെ ആളാണെന്നുള്ളതാ. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ കാണാം. ഔസായിയോട് ചോദിച്ചു, ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെയാണ് അഹ്ലുസുന്നന്റെ ആൾക്കാരെന്ന് പറയുന്നത്, ഇവരൊക്കെയാണ് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ. ഇവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ദീന് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്.
നമ്മൾ കുറെ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥത്തിലുള്ള സലഫിയത്ത് എന്താന്നുള്ളത് 100 കൊല്ലമായിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ വിദേഹത്തിന്റെ ആൾക്കാരുടെ പ്രഭാഷണം കേൾക്കാൻ പോകുന്ന ഒരാളോട് നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു നോക്കി, ചിലപ്പോൾ പറഞ്ഞു സുബൈർ മങ്കടന്റെ ആളാണോ ചോദിക്കും, അല്ലെങ്കിൽ തീവ്രവാദ സലഫിയാണോ, അല്ലെങ്കിൽ ഇത് ഗൾഫ് സലഫീസ് അല്ലേ ചോദിക്കും. ആ രൂപത്തിലാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ ഒരു നൂറ്റാണ്ടായത് തുടങ്ങിയിട്ട്. ഔസായിയോട് ചോദിക്കപ്പെട്ടു, ഇന്ന റജുലൻ യഖൂലു അന ഉജാലിസു അഹ്ലസുന്ന വ ഉജാലിസു അഹ്ലൽ ബിദഅ. കണ്ടോ, ഒരാള് പറയുന്നു എന്ത്, അന ഉജാലിസു അഹ്ലസുന്ന, ഞാൻ അഹ്ലസുന്നന്റെ ആൾക്കാരുടെ കൂടി ഇരിക്കും, വ ഉജാലിസു അഹ്ലൽ ബിദഅ, ബിദഅത്തിന്റെ ആൾക്കാരുടെ കൂടി ഞാനിരിക്കും. കണ്ടോ, അവരുടെ ക്ലാസ്സിൽ ഞാൻ പോകും, എന്നാ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാരുടെ ക്ലാസ്സിൽ ഞാൻ പോകും, എന്നതാണല്ലോ. ഇങ്ങനെ ഒരാള് ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഫഖാലൽ ഔസാഇ, ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, ഹാദാ റജുലുൻ, ഇയാളൊരു മനുഷ്യനാണ്, യുരീദു അൻ യുസാവിയ ബൈനൽ ഹഖ് വൽ ബാത്തിലി, ഇയാളെന്താ യുരീദു ഉദ്ദേശിക്കുന്ന നുസാവിയ, ഒരേപോലെ കാണാൻ, എന്തിനെ? ഹക്കിനെയും. അയാളെ സംബന്ധിച്ചിടത്തോളം ഹക്കും ബാത്തിലും കണക്കാണ്. അതുകൊണ്ടാണല്ലോ അയാൾ 2 പരിപാടിക്കും പോണത്. അയാൾക്ക് ഹക്കും ബാത്തിലും നമ്മൾ അയാൾ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഹക്കിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെ അയാൾ വിദേഹത്തിന്റെ ആൾക്കാരുടെ കൂടെ പോവും, അയാളുടെ പരിപാടിക്ക് പങ്കെടുക്കും, അവിടെ പോയിട്ടിരിക്കും. കാരണം അയാൾക്ക് അത് ബോധ്യമാണ് ഇവർ വിദേഹത്തിന്റെ ആൾക്കാരാണെന്നുള്ളത്. ഔസായിയുടെ മറുപടി എന്താണ്? ഹാദാ റജുലുൻ യുരീദു അൻ യുസാവിയ, ഇയാള് സമമാക്കാൻ, ഒരേപോലെ കാണാൻ ഇയാൾ ഉദ്ദേശിക്കുന്നു. ബൈനൽ ഹഖ് വൽ ബാത്തിലി, ബാത്തിലിനെയും ഹക്കിനെയും ഒരേപോലെ കാണാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് അയാളെ പരിപാടിക്കും പോകുന്നത്, പിന്നെ അയാൾ വിദേഹത്തിന്റെ ആൾക്കാരെ പരിപാടിക്കും പോകുന്നത്. കാരണം അത് വലാലത്താണ് അല്ലെങ്കിൽ ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ട ഒരാൾ പിന്നെ ആരുടെ കൂടെ പോകില്ലല്ലോ, അയാൾ അഹ്ലുസുന്നന്റെ പരിപാടിയിലേ ഇരിക്കുള്ളൂ. അപ്പൊ ഇതാണ് ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത മറുപടി. അപ്പോ ഇതിങ്ങനെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഗൗരവമായിട്ട് ഇത് പേടിക്കണം, വളരെ ഗൗരവമായിട്ട് ഇത് മനസ്സിലാക്കണം ഈ വിഷയത്തെക്കുറിച്ച്. ആയത്തുകളുടെ തഫ്സീറുകളിൽ പോലും പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഏത് ആയത്തുകളുടെ തഫ്സീർ, ആയത്ത് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ഇത്? ഇമാം ഷാത്തബി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കേവലം ഒരു വാചകമായിട്ട് മാത്രം ആരും മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറില് ഫത്ഹുൽ ഖദീറില് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന ആയത്തുണ്ട്. ആ ആയത്തിനെ വിശദീകരിച്ചിട്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഈ ബിദഅത്തിന്റെ ആളുകളോടൊപ്പം ഇരിക്കരുത് എന്ന് പറയുന്നത്. ആ ആയത്താണ് അദ്ദേഹം അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. ആര്? ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി. അതിന് തെളിവായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് ഈ ആയത്താണ്, മുജാദിലയിലെ ആയത്ത്, എന്നുള്ള ആയത്താണ് അദ്ദേഹം ഈ ബിദഅത്തിന്റെ ആളുകളോടൊപ്പം ഇരിക്കരുത് എന്നുള്ളതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഖുർത്തുബിന്റെ തഫ്സീറിലും അത് കാണാം. ഖുർത്തുബിന്റെ തഫ്സീറിൽ കാണാം, ഇസ്തദല്ല മാലിക് റഹ്മത്തുള്ളാഹ്, ഇമാം മാലിക് ഈ ആയത്താണ് തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത്. വേറെ ചില ആയത്തുകൾ കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഉദ്ധരിച്ചതിന് ശേഷം ഖുർത്തുബി പറയണേ, ഈ ആയത്തുകളൊക്കെയാണ് ഇമാം മാലിക് തെളിവായിട്ട് പിടിച്ചത്. എന്തിന്? അല മുആദാത്തിൽ ഖദരിയ, ഖദരിയത്തിനോട് ശത്രുത കാണിക്കാനും വത്തർക്കി മുജാലസത്തിയും. കണ്ടോ, അവരോടൊപ്പം ഇരിക്കാനും പാടില്ല, വത്തർക്കി ഉപേക്ഷിക്കാനും, മുജാലസത്തിയും അവരുടെ കൂടെ ഇരിക്കുക. അത് ഈ ആയത്താണ് ആര് തെളിവ് പിടിച്ചിട്ടുള്ളത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. അപ്പോ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള കാര്യമാണിത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അത് വളരെ വിശാലമായിട്ടുള്ള വിഷയമാണ്. ചുരുക്കത്തില് മനസ്സിലാക്കേണ്ടത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉസൂലുസ് സുന്ന അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറയായിട്ട് വിശദീകരിച്ച കാര്യങ്ങൾ ഇതാണ്.
അദ്ദേഹം പറഞ്ഞത് വതർക്കുൽ ഖുസൂമാത്തി, തർക്കങ്ങള്, ആ രൂപത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങള്, കോലാഹലങ്ങള് അത് ഉപേക്ഷിക്കണം. വൽ ജുലൂസി, ഇരിക്കുന്നതിനെയും ഉപേക്ഷിക്കണം. മഅ അസ്ഹാബിൽ അഹ്വാഇ, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം. ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇരുത്തം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ പ്രസംഗങ്ങള്, അവരുടെ ക്ലാസ്സുകള്, അവരുടെ പ്രഭാഷണങ്ങള്, അവരുടെ സൈറ്റുകള്, അവരുമായിട്ടുള്ള ആ രൂപത്തിലുള്ള ബന്ധപ്പെടലുകൾ, അതെല്ലാം. അല്ലാതെ വെറും അവരുടെ ക്ലാസ് പോയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല. അവിടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ മനസ്സിൽ അവർ ഷക്കുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ അവര് ശുബ്ഹാത്തുകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാഇ, അവന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തത്തെയും ഒഴിവാക്കണം, അത് അടിത്തറയാണ്. വതർക്കുൽ മിറാഇ, തർക്കത്തെ ഒഴിവാക്കണം. വൽ ജിദാലി വൽ ഖുസൂമാത്തി, ആ രൂപത്തിലുള്ള കുതർക്കങ്ങളെ, കോലാഹലങ്ങളെ, ആ രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങളെ ഫിദ്ദീനി, അല്ലാഹുവിന്റെ ദീനിൽ ഉപേക്ഷിക്കണം. ഇതാകുന്നു എന്ത്? ഉസൂലുസുന്ന, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽ പെട്ടതാകുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാവുന്നതാണ്. വിഷയം മനസ്സിലാക്കണം, അത് പ്രായോഗിക ജീവിതത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام